ഞങ്ങളുടെ കൃഷി ഇറക്കിയിരിക്കുന്ന പണയം വെച്ചും കടമെടുത്തും മറ്റുമാണ്. അതുകൊണ്ട് എത്രയും വേഗം നെല്ല് സംഭരിച്ച് മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ പൈസയും എത്രയും വേഗം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലാകുന്നതാണ്. ഞങ്ങൾ പാടശേഖരത്തെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും വൈകിട്ടുണ്ടാകുന്ന മഴ കാരണം വെള്ളത്തിലാണ് നെല്ല് കിടക്കുന്നത്. മില്ലുകാർ വരാത്തതുകൊണ്ട് നെല്ലെടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നതുകൊണ്ട് കൊയ്ത്തിൽ നടക്കുന്നില്ല. അടുത്ത പാടശേഖരത്താണെങ്കിൽ അത് 350 ഏക്കറാണ്. അത് കൊയ്ത്തിൽ മെഷീൻ വന്ന് കിടക്കുകയാണ്. പക്ഷെ മഴ പെയ്തിരിക്കുന്ന കാരണം കൊയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ കൊയ്ത് ഇത്ര കഷ്ടപ്പെട്ട് കർഷകൻ നെല്ല് കൊടുത്താൽ തന്നെ അതിന് പൈസ ഉടനെ കിട്ടത്തില്ല. നെല്ല് എടുക്കാൻ വരുമ്പോൾ മില്ലുകാർ കർഷകനെ പിഴിയാനുള്ള കിഴിവ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതുവരെ മില്ലുകാർ എത്തിയിട്ടില്ല. മില്ലുകാരെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അവർ കഴിയുന്നതും താമസിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഴ പെയ്ത് കഴിയുമ്പോഴും കർഷകൻ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്ന കിഴിവ് കർഷകൻ കൊടുക്കാൻ സമ്മർദ്ദത്തിലാവും. അത് കാരണമാണ് അവർ നെല്ലെടുക്കാൻ താമസിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷി ഇറക്കിയിരിക്കുന്ന പണയം വെച്ചും കടമെടുത്തും മറ്റുമാണ്. അതുകൊണ്ട് എത്രയും വേഗം നെല്ല് സംഭരിച്ച് മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ പൈസയും എത്രയും വേഗം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലാകുന്നതാണ്.